എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പേനയുടെ മഷി, അത് നമ്മുടെ യൂണിഫോമിലായിക്കോട്ടെ, വീടിൻ്റെ ഭിത്തിയിലായിക്കോട്ടെ, ബാഗിലായിക്കോട്ടെ, അങ്ങനെ പല സ്ഥലത്തും ഈ പേന മഷി ആയിക്കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും തന്നെ പല മെത്തേഡ്സും ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും സക്സസ് ആയി കാണില്ല. അപ്പോൾ ഈ പേന മഷി റിമൂവ് ചെയ്യാനായിട്ട് ഉള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതിലാദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഡ്രസ്സിൽ ഈ പേനയുടെ മഷി ആയിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അത് അവിടെ നിന്ന് പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ പേനാമഷി ആയിരിക്കുന്ന ഭാഗത്ത് അല്പം തൈര് തേച്ച് കൊടുക്കുക. ഒരു അരമണിക്കൂർ അതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് ഒന്ന് അവിടെ ഇരുന്നോട്ടെ. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നമ്മൾ ജസ്റ്റ് അത് വെള്ളം കൊണ്ട് കഴുകുക. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ കഴുകുന്നത്, ഇപ്പോൾ സോപ്പ് പൊടിയിട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് ഈ ഡ്രസ്സ് ഇട്ട് വെച്ച് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അതങ്ങ് കഴുകുവാണെങ്കിൽ ഈ പേനാമഷി അതിലായെന്ന് പോലും അറിയാത്ത വിധത്തിൽ അതവിടെ നിന്ന് പൊയ്ക്കോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഈ പേന വെച്ച് വരച്ചിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, നമ്മൾ എങ്ങനെയായാലും അത് കളയാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അല്പം വിനാഗിരി എടുത്തിട്ട് ഒരു തുണിയിൽ തേക്കുക. തുണി ഈ വിനാഗിരിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ തുണി വെച്ച് ശരിക്കും ഒന്ന് തുടച്ചു കൊടുക്കുക. ഒരിക്കലും ഒത്തിരി പ്രസ് ചെയ്തിട്ട് തുടയ്ക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭിത്തിയിലെ പെയിൻറ്റ് പൊളിഞ്ഞു വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ ഇതൊന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ആ പേനാമഷി അവിടെ നിന്ന് പൊയ്ക്കോളും. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ശരിക്കും പൊയ്ക്കോളും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ലെതർ ബാഗിലൊക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗ് ആയിക്കോട്ടെ, പേഴ്സ് ആയിക്കോട്ടെ, അതിലൊക്കെ ഇങ്ങനെ പേനാമഷി ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ട് ഒരു തുണിയിൽ തേച്ചാൽ തുണി വെച്ചൊന്ന് ഒരച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന സെക്കൻഡിൽ തന്നെ ആ പേനാമഷി അവിടെ നിന്ന് പൊയ്ക്കോളും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈൽ കവറിലൊക്കെ പേനാമഷി ആകാറുണ്ട്. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും സ്പ്രേ ജസ്റ്റ് അതിലേക്കൊന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു തുണി വെച്ചൊന്ന് തുടച്ചു കൊടുക്കുക. വളരെ വേഗത്തിൽ അതവിടെ നിന്ന് പൊയ്ക്കോളും. അതുപോലെ ജീൻസിലൊക്കെ പേനാമഷി ആകാറുണ്ട്. ആ സമയത്ത് നമ്മൾ ബാഗിൽ ചെയ്ത പോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവർ എടുക്കുക. ജസ്റ്റ് ഒരു തുണിയിൽ തേച്ചിട്ട് ആ തുണി വെച്ച് ഒന്ന് ഉരച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഈ ജീൻസിൽ നിന്ന് ആ ഒരു പേനാമഷി പൊയ്ക്കോളും. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കറൻസി നോട്ടിലൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതിൽ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കുട്ടികൾ തന്നെ അതിൽ കുത്തി വരച്ചൊക്കെ നമ്മുടെ കറൻസി നോട്ടിൽ ഇതുപോലെ പേനാമഷി ആയിക്കഴിഞ്ഞാൽ ഈസി ആയിട്ടത് കളയാൻ ഉള്ളൊരു മെത്തേഡാണ്. നമ്മൾ പെയിൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന തിന്നറുണ്ടല്ലോ, ആ ഒരു തിന്നർ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ആ തിന്നറിലേക്ക് ഈ കറൻസി നോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ നോട്ടിൻ്റെ മീതെ കുറച്ചൊരു തിന്നർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്നും നമ്മൾ ചെയ്യണ്ട, കുറച്ച് നേരം അത് അവിടെ ഇരുന്നോളും. ഈ പേനാമഷി കംപ്ലീറ്റ് അതിലേക്ക് അലിഞ്ഞ് ഇറങ്ങിക്കോളും. ഒരു കുഴപ്പമില്ല. നമ്മളൊന്നും ചെയ്യാതെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതിലുണ്ടായിരുന്ന കംപ്ലീറ്റ് മഷി ഈ കറൻസി നോട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഇത്രയും ടിപ്സാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് നോക്കുക. അപ്പോൾ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും നന്ദി.